യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച 2026 മെയ് മാസം 10-ാം തീയതിയാണ്. ഈ ഞായറാഴ്ച കുടുംബ അനുഗ്രഹ യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനത്തിനായി നമ്മുടെ വീടുകളെ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഒരേ മേൽക്കൂരയുടെ കീഴിൽ താമസിച്ചാലും ചില വീടുകളിൽ ഓരോ ഹൃദയവും ഓരോ ദിശയിലായി ചിതറിപ്പോകുന്നത് പോലെ തോന്നുന്നു. അപ്പനും അമ്മയും മക്കളെക്കുറിച്ച് ചിന്തിച്ച് ക്ഷീണിച്ചിരിക്കുന്നു. മക്കൾ ഫോൺ, പഠനം, കൂട്ടുകാർ, പരീക്ഷാഭയം ഇവയിൽ കുടുങ്ങി വീട്ടിൽ നിന്ന് മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നു. ഭർത്താവും ഭാര്യയും ഒരേ വീട്ടിലിരുന്നാലും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയം കുറഞ്ഞുപോയിരിക്കുന്നു. ഞായറാഴ്ച പോലും ചില വീടുകളിൽ സമാധാനത്തിൻ്റെ ദിനമല്ല, മൗനത്തിൻ്റെ ദിനമായി മാറിയിരിക്കുന്നു. പള്ളിയിൽ കുർബാനയിൽ പോയി വന്നിട്ടും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പഴയ ഭാരം തന്നെ കാത്തുനിൽക്കുന്നു. അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദമുണ്ട്, ഡൈനിങ് മേശയിൽ ഭക്ഷണമുണ്ട്. പക്ഷെ ചിലപ്പോൾ ആ മേശയുടെ ചുറ്റും ഹൃദയങ്ങൾ തമ്മിൽ ദൂരമുണ്ട്. ഒരാൾ ലോൺ സന്ദേശം നോക്കുന്നു, ഒരാൾ കുട്ടിയുടെ മാർക്ക് ഓർത്ത് വിഷമിക്കുന്നു, ഒരാൾ ഫോണിലേക്ക് തലകുനിച്ചിരിക്കുന്നു, ഒരാൾ ഒന്നും പറയാതെ വേഗം ഭക്ഷണം കഴിച്ചു എഴുന്നേൽക്കുന്നു. അങ്ങനെ കുടുംബം ഒരുമിച്ചിരിക്കുമ്പോഴും ആത്മാവ് ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട്. ഇന്ന് യേശു ആ വീട്ടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു. അവൻ കുറ്റം പറയാൻ വരുന്നില്ല, അവൻ സമാധാനം കൊണ്ടുവരാൻ വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങളിൽ യേശു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ നിങ്ങൾക്ക് എന്നേക്കും കൂടെയിരിക്കാനുള്ള മറ്റൊരു സഹായകനെ തരും. അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്നത്തെ ഞായറാഴ്ചയുടെ ആശ്വാസം. നിങ്ങളുടെ വീട് അനാഥമല്ല, നിങ്ങളുടെ മക്കൾ അനാഥരല്ല, നിങ്ങളുടെ വിവാഹജീവിതം അനാഥമല്ല. നിങ്ങളുടെ മൗനത്തിൽ പോലും യേശു വരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വീട്ടിൽ വരുമ്പോൾ ആദ്യം വലിയ ശബ്ദങ്ങൾ മാറണമെന്നില്ല. പക്ഷെ ഹൃദയത്തിൻ്റെ കാഠിന്യം പതുക്കെ മൃദുവാകാൻ തുടങ്ങും. കടുത്ത വാക്കുകൾക്ക് മുമ്പിൽ ഒരു നിമിഷം നിശബ്ദത വരും. കോപം വരുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ പിടിച്ചുനിൽപ്പ് വരും. കുട്ടിയെ ശാസിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അവനെ കേൾക്കാനുള്ള കൃപ വരും. ഭർത്താവിനോട് പരാതി പറയാൻ പോകുമ്പോൾ വേദന മൃദുവായി പറയാനുള്ള വിവേകം വരും. ഭാര്യയുടെ ക്ഷീണം കാണാതെ പോകാതെ അത് മനസ്സിലാക്കാനുള്ള കണ്ണുകൾ തുറക്കും. ഒരു കേരള വീട്ടിലെ ഡൈനിങ് മേശയെ ചിന്തിച്ചു നോക്കൂ. അതേ മേശയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കും. പക്ഷേ സ്നേഹവും പ്രാർത്ഥനയും സമാധാനവും ഇല്ലെങ്കിൽ ആ മേശ ഒരു ഭക്ഷണ സ്ഥലം മാത്രമായി തീരും. യേശു ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതേ മേശ ക്ഷമയുടെ സ്ഥലമാകും. അതേ മേശയിൽ മൃദുവായ വാക്കുകൾ ജനിക്കും. അതേ മേശയിൽ ഒരു കുട്ടിയുടെ പേടി പുറത്തുവരും. അതേ മേശയിൽ അമ്മയുടെ കണ്ണുനീർ കേൾക്കപ്പെടും. അതേ മേശയിൽ അപ്പൻ്റെ ഭാരവും പങ്കുവെക്കപ്പെടും. ഇന്ന് യേശു നിങ്ങളുടെ വീട്ടിലെ മേശയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വീട് മൗനത്തിൻ്റെ വീടല്ല, കൃപയുടെ വീടാകട്ടെ. ഇതാണ് ഇന്നത്തെ ഹൃദയവാക്ക്. ഒരേ മേശയിലിരിക്കുന്ന കുടുംബം യേശുവിൽ ഒരേ ഹൃദയമായി മാറാം. ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കൂ. ഒരേ മേശയിലിരിക്കുന്ന കുടുംബം യേശുവിൽ ഒരേ ഹൃദയമായി മാറാം. കുറച്ചു നേരം നിങ്ങളുടെ കൈ നെഞ്ചിൽ വെക്കൂ. നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരുടെയും മുഖം മനസ്സിൽ കൊണ്ടുവരൂ. കൂടുതൽ സംസാരിക്കാത്ത ഭർത്താവിനെ കൊണ്ടുവരൂ. ക്ഷീണിച്ച ഭാര്യയെ കൊണ്ടുവരൂ. ഫോണിൽ മുഴുകിയ മകനെ കൊണ്ടുവരൂ. പഠനഭയത്തിലിരിക്കുന്ന മകളെ കൊണ്ടുവരൂ. പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോകുന്ന യുവജനങ്ങളെ കൊണ്ടുവരൂ. ഇപ്പോൾ മനസ്സിൽ മൃദുവായി പറയൂ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. കർത്താവേ യേശുവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ തിരുഹൃദയത്തിൽ ചേർക്കണമേ. ഞങ്ങളുടെ വീട്ടിലെ മൗനം നിന്റെ സമാധാനത്താൽ നിറയ്ക്കണമേ.
സംസാരിക്കാതെ അടച്ചുവെച്ച വേദനകൾ നിന്റെ സ്നേഹത്തിൽ തുറക്കണമേ. കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിൽ വിവേകവും നിയന്ത്രണവും തരണമേ. പഠനത്തിൽ ക്ഷീണിച്ചവർക്ക് ഉത്സാഹവും ശ്രദ്ധയും തരണമേ. പരീക്ഷാഭയമുള്ള മക്കൾക്ക് ശാന്തതയും ഓർമ്മയും ധൈര്യവും നൽകണമേ. തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് മക്കളെ കരുണയോടെ കാത്തുസൂക്ഷിക്കണമേ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ദൂരം കുറയ്ക്കണമേ. പറയാതെ കിടക്കുന്ന വേദനകൾ വഴക്കായി പൊട്ടിത്തെറിക്കാതെ പ്രാർത്ഥനയായി മാറട്ടെ. കടബാധ്യത, ലോൺ സമ്മർദ്ദം, വാടകഭാരം, മരുന്ന് ചെലവ്, പഠനച്ചെലവ് ഇവയിൽ തളർന്ന വീടുകളെ ആശ്വസിപ്പിക്കണമേ. ജോലി നിരസനം കേട്ട് മിണ്ടാതെ ഇരിക്കുന്ന യുവാക്കളെയും ഓർക്കണമേ. വിസ ഫയൽ കാത്തിരിക്കുന്ന കുടുംബങ്ങളെയും നിന്റെ സമയത്തിൽ നയിക്കണമേ. ഞായറാഴ്ച സമാധാന ദിനമായി തിരികെ ലഭിക്കട്ടെ. വീട്ടിലെ പ്രാർത്ഥന മടങ്ങി വരട്ടെ. കുടുംബത്തിലെ ഭക്ഷണമേശ അനുഗ്രഹത്തിൻ്റെ മേശയാകട്ടെ. പരിശുദ്ധ അമ്മേ, നസ്രത്തിലെ അമ്മേ, ഞങ്ങളുടെ വീടുകളുടെ വാതിൽക്കൽ മാതൃസ്നേഹത്തോടെ നിൽക്കണമേ. ഈശോയെ നോക്കി വളർത്തിയ നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെയും ചേർത്തുവെക്കണമേ. കുടുംബത്തിൽ സംസാരമില്ലാത്തിടത്ത് ഒരു മൃദുവായ വാക്ക് തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. കോപം കൂടുതലുള്ളിടത്ത് ക്ഷമയുടെ വെള്ളം ഒഴിക്കണമേ. തണുത്തുപോയ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൻ്റെ ചെറിയ ജ്വാല വീണ്ടും തെളിയിക്കണമേ. ഇന്ന് ഒരു കുടുംബത്തിൻ്റെ ചെറിയ സാക്ഷ്യം നമുക്ക് ഓർക്കാം. കേരളത്തിലെ ഒരു വീട്ടിൽ ഒരു ഞായറാഴ്ച രാവിലെ എല്ലാവരും പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു. വീട്ടിലെത്തിയപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം ശരിയായിരുന്നു. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഒരു മൗനമുണ്ടായിരുന്നു. അപ്പൻ മൊബൈലിൽ ലോൺ സന്ദേശങ്ങൾ നോക്കി മുഖം താഴ്ത്തിയിരുന്നു. അമ്മ മക്കളുടെ പഠനവും പരീക്ഷയും ഓർത്ത് അടുക്കളയിൽ വേഗം ജോലി ചെയ്തു. ഒരു കുട്ടി ഭക്ഷണമേശയുടെ അരികിൽ ഇരുന്നിട്ടും ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ ഇരുന്നു. മറ്റൊരു കുട്ടി പുസ്തകം തുറന്നു വെച്ചിട്ട് ഒന്നും പഠിക്കാതെ ഇരുന്നു. ഭക്ഷണം കഴിച്ചു, പക്ഷേ അധികം സംഭാഷണം ഉണ്ടായില്ല. ആ വൈകുന്നേരം അമ്മ പ്രാർത്ഥനാമൂലയിലേക്ക് പോയി. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ചിത്രത്തിനു മുൻപിൽ ഒരു മെഴുകുതിരി കത്തിച്ചു. അവൾ പറഞ്ഞു, കർത്താവേ, ഇന്ന് എനിക്ക് അലറാതെ വിളിക്കാൻ കൃപ തരണമേ. അവൾ എല്ലാവരോടും പറഞ്ഞു, നമുക്കൊരു മിനിറ്റ് മാത്രം പ്രാർത്ഥിക്കാം. ആദ്യം ആരും വലിയ ഉത്സാഹത്തോടെ വന്നില്ല. എങ്കിലും അവർ വീട്ടിലെ അൾത്താരയുടെ മുന്നിൽ നിന്നു. ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയമേയും അവർ ചൊല്ലി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതം സംഭവിച്ചില്ല. പക്ഷേ മേശയിൽ ഇരുന്നപ്പോൾ അമ്മ കുട്ടിയോട് മൃദുവായി ചോദിച്ചു, നിനക്ക് പഠനത്തിൽ ഏത് ഭാഗമാണ് ബുദ്ധിമുട്ട്? കുട്ടി ആദ്യമായി കുറച്ച് തുറന്നു സംസാരിച്ചു. അപ്പൻ ഫോൺ താഴെ വെച്ച് കേട്ടു. ആ വീട്ടിൽ ഒരു ചെറിയ സമാധാനത്തിൻ്റെ വാതിൽ തുറന്നു. ദൈവകൃപ പലപ്പോഴും അങ്ങനെ തുടങ്ങും. ഒരു ചെറിയ പ്രാർത്ഥനയിൽ, ഒരു മൃദുവായ ക്ഷണത്തിൽ, ഒരു ഫോൺ താഴെ വെക്കുന്ന നിമിഷത്തിൽ, ഒരു കേൾക്കപ്പെടുന്ന വേദനയിൽ. ഇന്ന് നിങ്ങളുടെ വീട്ടിലും അതുപോലെ കൃപ തുടങ്ങട്ടെ. സമാധാനം ഒരു ദിവസം മുഴുവൻ നിലനിൽക്കുന്നുവോ എന്ന് മാത്രം നോക്കേണ്ട. ഇന്ന് ഒരു വാക്ക് മാറിയോ എന്ന് നോക്കൂ. ഇന്ന് ഒരു മുഖം മൃദുവായോ എന്ന് നോക്കൂ. ഇന്ന് ഒരു കുട്ടി കുറച്ച് തുറന്നു സംസാരിച്ചോ എന്ന് നോക്കൂ. ഇന്നൊരു ഭർത്താവ് ഭാര്യയുടെ ക്ഷീണം കണ്ടോ എന്ന് നോക്കൂ. ഇന്നൊരു ഭാര്യ ഭർത്താവിൻ്റെ ഭാരം ശാന്തമായി കേട്ടോ എന്ന് നോക്കൂ. അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇന്നത്തെ പ്രായോഗിക വിശ്വാസ പ്രവൃത്തി ഇതാണ്. ഇന്ന് ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് കുടുംബത്തെ കഴിയുന്നത്ര ഒരുമിച്ച് വിളിക്കുക. വീട്ടിലെ അൾത്താരക്കരികിലോ ഡൈനിങ് മേശക്കരികിലോ നിൽക്കുക. ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലുക. പരിശുദ്ധാത്മാവ് സമാധാനം, ക്ഷമ, മക്കളുടെ സംരക്ഷണം, കുടുംബ ഐക്യം ഇവ തിരികെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുക. നീണ്ട പ്രസംഗം വേണ്ട, കുറ്റപ്പെടുത്തൽ വേണ്ട. ഒരു ചെറിയ പ്രാർത്ഥന മതി. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു മൃദുവായ വാക്ക് പറയുക. നമ്മുടെ വീട്ടിൽ സമാധാനം വേണം, നമുക്ക് വീണ്ടും തുടങ്ങാം എന്ന് പറയുക. ഇപ്പോൾ നമുക്ക് വീണ്ടും പ്രഖ്യാപിക്കാം, യേശുവേ, ഞങ്ങളുടെ കുടുംബം നിനക്കുള്ളതാണ്.
യേശുവേ, ഞങ്ങളുടെ കുടുംബം നിനക്കുള്ളതാണ്. യേശുവേ, ഞങ്ങളുടെ കുടുംബം നിനക്കുള്ളതാണ്. പിതാവേ, ഞങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കണമേ. പുത്രനായ യേശുവേ, ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കണമേ. മക്കളുടെ കണ്ണുകൾ നല്ലതിലേക്ക് തിരിയട്ടെ. അവരുടെ സൗഹൃദങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ പഠനം ഭയമല്ല, ഉത്തരവാദിത്തമാകട്ടെ. അവരുടെ ഭാവി സമ്മർദ്ദമല്ല, ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പണമായിരിക്കട്ടെ. മാതാപിതാക്കളുടെ വാക്കുകൾ ശാപമല്ല, അനുഗ്രഹമാകട്ടെ. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിൽ ബഹുമാനം തിരികെ വരട്ടെ. വീട്ടിലെ ഞായറാഴ്ചകൾ വീണ്ടും സമാധാനത്തിൻ്റെ ദിനമാകട്ടെ. കുർബാനയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കൃപ ഭക്ഷണമേശയിലും സംസാരത്തിലും തീരുമാനങ്ങളിലും നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കണമെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ വീട്ടുപേര് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളുടെ പേര് എഴുതാം. മക്കൾക്കായി പ്രാർത്ഥിക്കുന്നവർ അവരുടെ പേര് യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കുടുംബസമാധാനം ആവശ്യമുള്ളവർ ആമേൻ എഴുതാം. പഠനം, ജോലി, കടം, രോഗം, വിവാഹം, തിരിച്ചുവരവ്, പ്രാർത്ഥന എന്നിങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം ഒരു വാക്കിൽ എഴുതാം. ഇത് വിധിക്കുന്ന സ്ഥലമല്ല. ഇത് കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഈ ഞായറാഴ്ച പ്രാർത്ഥന ഒരു കുടുംബത്തിലേക്കെങ്കിലും പങ്കുവെക്കൂ. നിങ്ങളുടെ ഫോൺ ഇന്ന് ഒരു ചെറിയ പ്രസംഗപീഠമാകട്ടെ. ഒരുപക്ഷെ ഈ പ്രാർത്ഥന മിണ്ടാതെ കരയുന്ന ഒരു അമ്മയുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ ചെറിയ ജ്വാല തെളിയിക്കും. ഒരുപക്ഷെ ഈ പ്രാർത്ഥന കുടുംബത്തോട് അകന്നിരിക്കുന്ന ഒരു മകൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചിന്ത ഉണർത്താൻ സഹായിക്കും. ഒരുപക്ഷെ ഈ പ്രാർത്ഥന കുടുംബത്തോട് അകന്നിരിക്കുന്ന ഒരു മകൻ്റെ ഉള്ളിൽ ചെറിയ മടങ്ങിവരവ് തുടങ്ങും. ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ഡൈനിങ് മേശ യേശു അനുഗ്രഹിക്കട്ടെ. അവിടെ ഭക്ഷണം മാത്രമല്ല, ക്ഷമയും പങ്കുവെക്കപ്പെടട്ടെ. അവിടെ വാക്കുകൾ മാത്രമല്ല, സ്നേഹവും കേൾക്കപ്പെടട്ടെ. അവിടെ പരാതികൾ മാത്രമല്ല, പ്രത്യാശയും ഉയരട്ടെ. പരിശുദ്ധ അമ്മയുടെ മൃദുസാന്നിധ്യം നിങ്ങളുടെ വീടിനെ മൂടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ മുറിയിലും നിറയട്ടെ. യേശു പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വചനം നിങ്ങളുടെ വീട്ടിൽ നിറവേറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 തീർച്ചയായും ഞാൻ നിങ്ങളെ കാണും.